ചെറുകോൽ പള്ളിയോട് മാറന്മുളയിലേക്ക് പുറപ്പെടുന്നതിനായുള്ള ഒരുക്കത്തിലാണ് തുഴച്ചിൽക്കാരും കരക്കാരും. അതിന്റെ ഭാഗമായി ചെറുകോൽ തേവരത്തൊഴുത് നയമ്പുകൾ പൂജിച്ച് ചെറുകോൽ കരയിൽ നിന്നുള്ള തുഴച്ചിൽക്കാർ പുറപ്പെടുകയാണ്. 3 മാസത്തെ പരിശീലനവും ഒപ്പം ഓരോരുത്തരുടെയും പ്രാർത്ഥനയും മന്നം ട്രോഫി ഇത്തവണ ചെറുകോലെത്തിക്കുമെന്ന പ്രതീക്ഷയുമാണ് കരക്കാർ നൽകുന്നത്. ചെറുകോൽ കരയിൽ നിന്ന് സുധീഷ് ഗോപാൽ തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. ചെറുകോൽ പള്ളിയോടത്തിൽ തുഴയുന്നതിന് വേണ്ടി തുഴക്കാരെല്ലാം തന്നെ കരക്കാരെല്ലാം തന്നെ ഇപ്പോൾ ചെറുകോൽ തേവരുടെ അനുഗ്രഹം വാങ്ങി തുഴകളുമെല്ലാം പൂജിച്ച് പ്രാർത്ഥനയോടുകൂടി വള്ളംകളിക്കായി പുറപ്പെടുന്ന ദൃശ്യങ്ങളാണ് കാണുന്നത്. അവർ ഏതാണ്ട് 3 മാസത്തെ കഠിന പരിശീലനത്തിലൂടെയാണ് ഇത്തവണ ഉത്രട്ടാതി ജലമേളയിൽ മത്സരിക്കാനെത്തുന്നത്. അതിൽ കരക്കാർ മാത്രമാണ് തുഴയുന്നത് എന്ന പ്രത്യേകതയുമുണ്ട്. വഞ്ചിപ്പാട്ടോടുകൂടി അവർ ഈ ചെറുകോൽ തേവരെ ബാലസുബ്രഹ്മണ്യ സ്വാമിയാണ് ഇവിടുത്തെ പ്രതിഷ്ഠ. ഇവിടുത്തെ പ്രാർത്ഥനയോടുകൂടി അരുൺമുളയപ്പനെയും ഭജിച്ചുകൊണ്ട് ഈ തവണ എന്തായാലും മന്നം ട്രോഫി നേടാൻ കഴിയണം എന്ന ഒരു പ്രാർത്ഥനയോടുകൂടി ആണ് അവർ പുറപ്പെടുന്നത്. ഏതാണ്ട് 80-ലധികം തുഴച്ചിൽക്കാരുണ്ട്. 85 വർഷം പഴക്കമുള്ളതാണ് ചെറുകോൽ പള്ളിയോടം. വലിയ രാജമുദ്രയുള്ള ഏക പള്ളിയോടം എന്ന പ്രത്യേകതയും ഇതിനുണ്ട്. അത് മാർത്താണ്ഡ മഹാരാജാവ് നൽകിയ രാജമുദ്രയോടുകൂടിയാണ് ഈ മത്സരത്തിന് എത്തുന്നത് എന്നതാണ് ഏറ്റവും എടുത്തു പറയേണ്ട പ്രത്യേകത. ഇവിടെ നിന്നും പുറപ്പെട്ട് വള്ളത്തിൽ തുഴഞ്ഞ് തന്നെ വള്ളം നേരത്തെ നമ്മൾ എല്ലാം ഒരുക്കുന്ന ദൃശ്യങ്ങളൊക്കെ നമ്മൾ നൽകിയതാണ്. ആ വള്ളത്തിൽ തുഴഞ്ഞുകൊണ്ടാണ് അവർ ആറന്മുളയിലേക്ക് എത്തുന്നത്. അതിന് മുന്നോടിയായുള്ള വഞ്ചിപ്പാട്ടാണ് നമുക്കിപ്പോൾ കാണാൻ കഴിയുന്നതും. എന്തു തന്നെയായാലും ഇത്തരത്തിൽ ഉള്ള വളരെ കഠിനമായ പരിശീലനത്തോടു കൂടി അതിലുപരി ആചാര അനുഷ്ഠാനങ്ങളെല്ലാം മുൻനിർത്തിക്കൊണ്ടാണ് ഇവർ മുന്നോട്ട് പോകുന്നത്. അതുകൊണ്ട് തന്നെ മത്സരം ജയിക്കുക എന്നതോടൊപ്പം തന്നെ ഈ ആറന്മുള ഉത്രട്ടാതി ജലമേളയിൽ പങ്കെടുക്കുക, ആറന്മുള തേവരുടെ അനുഗ്രഹം തേടുക എന്നതൊക്കെ ഇതിൻ്റെ ഭാഗമാണ് എന്നതും എടുത്തു പറയേണ്ടതാണ്. അത്തരത്തിൽ ഇവർ ചെറുകോൽ കരയിൽ നിന്നുള്ള ഈ 51 വള്ളങ്ങൾ ഇത്തവണ മത്സരത്തിനെത്തുമ്പോൾ, ഘോഷയാത്രയ്ക്ക് എത്തുമ്പോൾ അതിൽ ഏറ്റവും പ്രധാനമുള്ള ഒരു ബാച്ചിൽ പെടുന്ന ഒരു പള്ളിയോടമാണ് ചെറുകോൽ പള്ളിയോടം. ആ ചെറുകോൽ പള്ളിയോടം ചെറുകോലിൽ നിന്നും പുറപ്പെടാൻ നടത്തുന്ന ഒരുക്കങ്ങളാണ് ഇപ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത്. ഈ ക്ഷേത്രത്തിൽ ഈ തുഴകളൊക്കെ തന്നെ പൂജിച്ച് അതിന് ശേഷമാണ് പുറപ്പെടുന്നത്. ഇതിൽ ഒന്ന് സുരേഷ് ഗോപി സമ്മാനിച്ചതാണ് ഇത്തവണ ആ തുഴയും പൂജിച്ച് ഇതിൽ തുഴയുന്നതിന് വേണ്ടി ഇറങ്ങുകയാണ് അവർ. ഏതാണ്ട് ഈ കരയിൽ തന്നെയുള്ള 80-ലധികം പേരാണ് തുഴയുന്നത്. അവരും കൃത്യമായും ഉള്ള പരിശീലനത്തോടു കൂടി 3 മാസം നീണ്ടു നിന്ന പരിശീലനം, തുഴച്ചിലിൻ്റെ പരിശീലനം, മറ്റ് കായിക പരമായ പരിശീലനങ്ങൾ എല്ലാം നേടിയാണ് മത്സരിക്കുന്നത്. അതിൽ ആദ്യ ഹീറ്റ്സിൽ തന്നെ ബാച്ച് വള്ളങ്ങളുടെ ആദ്യ ഹീറ്റ്സിൽ തന്നെ ചെറുകോൽ പള്ളിയോടവും മത്സരത്തിനുണ്ട് എന്നതും എടുത്തു പറയേണ്ടതാണ്. ആ ആദ്യ ഹീറ്റ്സിൽ പ്രസക്തി ഇല്ല എങ്കിൽ കൂടിയും ഏറ്റവും കുറഞ്ഞ സമയത്ത് ഫിനിഷ് ചെയ്യുന്ന വള്ളങ്ങളാണ് ഫൈനലിലേക്ക് വരുന്നത്. ആ ഫൈനലിലെത്തുക, പിന്നീട് ഫൈനലിൽ തുഴഞ്ഞ് കയറി ഏറ്റവും കുറഞ്ഞ സമയം കൊണ്ട് തന്നെ തുഴഞ്ഞ് കയറി മന്നം ട്രോഫി നേടുക എന്നത് തന്നെയാണ് ലക്ഷ്യം വെക്കുന്നത്. ഇത് 712 നമ്പർ NSS കരയോഗത്തിൻ്റെ ഉടമസ്ഥതയിലുള്ള 85 വർഷം പഴക്കമുള്ളതാണ് ചെറുകോൽ പള്ളിയോടം. അവർ ഈ ക്ഷേത്രത്തിൽ നിന്നും ഇപ്പോൾ പുറപ്പെട്ടാൽ ഈ രാജമുദ്ര ലഭിച്ചതിൻ്റെ ഒരു സ്തൂപം അവിടെയുണ്ട്. അവിടെ പുഷ്പാർച്ചനയും നടത്തിയാണ് അവർ വള്ളത്തിലേക്ക് പോകുന്നത്. വള്ളത്തിൽ തുഴഞ്ഞു തന്നെയാണ് ആ ഘോഷയാത്രയിൽ പങ്കെടുക്കുകയും തുടർന്ന് വള്ളംകളിയിൽ പങ്കെടുക്കുകയും ചെയ്യുന്നത്. ആ രീതിയിലുള്ള വളരെ പ്രാർത്ഥനയോടുകൂടി അവർ പുറപ്പെടുന്നു. അവർക്ക് ഇതിനു വേണ്ടി ഈ മത്സരത്തിന് പങ്കെടുക്കുന്നതിന് വേണ്ടി പ്രത്യേക തുഴച്ചിൽ പരിശീലനങ്ങൾ നൽകിയിരുന്നു. അത്തരം പുറത്തു നിന്നുള്ള അതിൽ വൈദഗ്ധ്യമുള്ളവരുടെ നൽകിയ പരിശീലനത്തോടുകൂടി മത്സരത്തിന് എത്തുമ്പോഴും ഈ കരയിൽ നിന്നുള്ളവർ മാത്രമാണ് മത്സരിക്കുന്നത് എന്നതും പ്രത്യേകതയാണ്. കാരണം പുറത്തുനിന്ന് ആളിനെ ഇറക്കുന്നതിനെ സംബന്ധിച്ചും മറ്റും കഴിഞ്ഞ വർഷത്തെ ഉത്രട്ടാതി ജലമേളയിൽ ചില തർക്കങ്ങളുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അത്തരം തർക്കങ്ങളെല്ലാം ഒഴിവാക്കിക്കൊണ്ടാണ് ഇത്തവണ ഇവർ കരയിൽ നിന്നുള്ളവർ മാത്രം മതി എന്ന ഒരു തീരുമാനത്തോടു കൂടി എത്തുന്നത്. അത്തരത്തിൽ ക്ഷേത്രത്തിൽ നിന്നും പുറപ്പെടുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഇനിയും 1 മണിക്കുള്ളിൽ ഇവർക്ക് ആറന്മുളയിൽ വള്ളം എത്തിക്കേണ്ടതുണ്ട്. അതിനുവേണ്ടി ഇപ്പോൾ ആ വള്ളത്തിൽ തന്നെ അവർ തുഴഞ്ഞ് തന്നെ ആറന്മുളയിലേക്ക് എത്തും. തുടർന്നാണ് മത്സരത്തിലും മറ്റും പങ്കെടുക്കുക. ഈ വള്ളത്തിൻ്റെ ഒപ്പം തന്നെ ആ ഓരോ ഹീറ്റ്സിലും 4 വള്ളങ്ങളാണുള്ളത്. അത്തരത്തിൽ നടക്കുന്ന മത്സരത്തിലെ 1ാം ഹീറ്റ്സിലാണ് ചെറുകോൽ പള്ളിയോടം മത്സരിക്കുന്നത്.